നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കച്ചൂരം അഥവാ കച്ചോലത്തെയാണ്. വേരിന് നല്ല സുഗന്ധമുള്ളതുകൊണ്ട് സുഗന്ധമൂലി എന്ന സംസ്കൃതത്തിലും ഇത് കൂടുതലായി കാട്ടിൽ കാണപ്പെടുന്നത് കൊണ്ട് കാട്ടുകച്ചൂരം എന്ന് മലയാളത്തിലും ഇതിനെ പറയാറുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ഷഡി എന്ന് പറയുന്ന ഔഷധങ്ങളിൽ ഈ കച്ചൂരമാണ് ഔഷധക്കൂട്ടുകളിൽ ചേർത്ത് വരാറുള്ളത്. സിഞ്ചിബറേസിയ കുടുംബാംഗത്തിൽ വരുന്നതിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുമ സിഡോറിയ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ കർച്ചൂര, ഷഡി, സുഗന്ധമൂല എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളം, ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് വന്യമായി വളരുന്നു. ഇതിന് ഔഷധമൂല്യം കൂടുതലുള്ളത് കൊണ്ടാകാം ഇപ്പോൾ കേരളത്തിൽ ഇത് കൃഷി ചെയ്യപ്പെടാറുണ്ട്. ഒരു ബഹുവർഷി ഔഷധ സസ്യമാണ് ഇത്. ഇതിൻ്റെ പ്രകന്ധം മണ്ണിനടിയിൽ നശിക്കാതെ കിടന്നിട്ട് വർഷാരംഭത്തോടുകൂടി മുളച്ചു വരുന്നു. ഇലകൾ പ്രകന്ധത്തിൽ നിന്നും മുകളിലേക്ക് ഉണ്ടാകുന്നു. മഞ്ഞളിൻ്റെ ഇലയോട് സാദൃശ്യമാണ് ഇതിനുള്ളത്. എന്നാൽ 30 സെൻറ്റിമീറ്റർ വരെ നീളത്തിലേ ഇത് വളരാറുള്ളൂ. മഞ്ഞ കലർന്ന പച്ച നിറത്തോട് കൂടിയിട്ടുള്ള ഇലയുടെ മധ്യഭാഗം അല്പം കുഴിഞ്ഞിരിക്കും. ഇതിൻ്റെ ഒരു ചെടിയിൽ 4 മുതൽ 6 ഇലകൾ വരെ കാണാൻ പറ്റും. ഇതിൻ്റെ പൂക്കൾ ഒരു ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇതിൽ അനേകം വിത്തുകളും ഉണ്ടായിരിക്കും. ഏപ്രിൽ മാർച്ച് മാസങ്ങളിലാണ് ഇത് പുഷ്പിക്കാറുള്ളത്. ഇതിൻ്റെ പ്രകന്ധത്തിൻ്റെ ഉൾഭാഗത്തിന് മഞ്ഞ നിറമാണുള്ളത്. അത് ഉണങ്ങിയാൽ കർപ്പൂരത്തിൻ്റെ ഗന്ധമാണ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രകന്ധത്തിൽ സ്റ്റാർച്ച് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സുഗന്ധതൈലവും റെസിനും കുർക്കുമിൻ എന്ന രാസപദാർത്ഥവും ഇതിലടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശത്തിൽ കഫം അധികമായി അടങ്ങിയിരുന്നുണ്ടാകുന്ന ചുമയും ശ്വാസമുട്ടലിനും ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. വായിലുണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും അതുപോലെ കഫവാത വികാരങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. നമ്മുടെ ദഹനശക്തിയെ കൂട്ടുവാനും ഇത് ഉപയോഗിക്കാറുണ്ട്. കൃമിയെയും അതുപോലെ വ്രണത്തെയും മർഷസിനെയും ഇത് ശമിപ്പിക്കുന്നു. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കച്ചൂരം അല്ലെങ്കിൽ കച്ചോലം, ഷഡി എന്ന് പറയും. ഇതൊരു കഫശമനമായ ഒരു ഔഷധമാണ്. ഇത് ഈ കഫജമായ രോഗം, ഈ ശ്വാസരോഗം, കാസരോഗം, ഇതിനൊക്കെ ഇതിൻ്റെ നീരെടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും പ്രതി കണ്ഠത്തിലായി കഴുത്തിലിങ്ങനെ കഫം കെട്ടിയിട്ട് തൊണ്ടങ്ങനെ കാറുന്ന ആൾക്കാർക്കായി, പ്രത്യേകിച്ച് പാട്ടുകാർക്കൊക്കെ ഇതിൻ്റെ വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കഫം കുറയും. അതുപോലെ ഈ ടോൺസിൽസ് വീക്കുള്ള ആൾക്കാർക്കും ഇതിൻ്റെ വെള്ളം കൊണ്ട് ഈ കബളം ചെയ്യാം. പിന്നെ കച്ചൂരാതി ചൂർണം എന്നൊരു ചൂർണ്ണമുണ്ട്. അതിലില്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഈ പൊടി തന്നെ നെറുകയിൽ ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞാൽ ഈ നീർദോഷം വരില്ല. അതുപോലത്തെ വല്ലാണ്ട് നീർപ്പിടുത്തുള്ള ആൾക്കാർക്ക് ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് കുറയും. ഇതല്ല ഔഷധ, ബൃഹത്യതി, അതുപോലെ ചവനപ്രാശം, ഇങ്ങനെ അനവധി മരുന്നുകളിൽ ചേർക്കുന്ന ഒരു ഔഷധമാണ് ഈ കച്ചോരം. ആ കച്ചൂരാതി ചൂർണം എന്ന് പറയുന്ന ചൂർണം തന്നെയുണ്ട്. അത് ഈ ചില കണ്ടീഷനിൽ നമ്മൾ ഈ തലചുറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിട്ട് നെറുകയിൽ തളം വയ്ക്കാൻ ഉപയോഗിക്കും.